അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. എല്ലാവരും കരങ്ങൾ ഉയർത്തി നൽകട്ടെ. ഈ 10 നന്മ നിറഞ്ഞ വരെയും നമ്മൾ ചൊല്ലുമ്പോൾ സ്വർഗം മഹത്വപ്പെടുകയും നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും മനസ്സിലോർത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ഈ അമ്മയ്ക്ക് ജന്മദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തന്നെ കൈകളെല്ലാവരും ഉയർത്തിക്കൊണ്ട് തന്നെ നന്മ നിറഞ്ഞ മറിയത്തെ വിളിക്കാം. ഈ സമയത്ത് മരിയൻ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നു. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. ശബ്ദമുയരട്ടെ. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായിരിക്കും നിന്റെ സുതനോടൊപ്പം പ്രാർത്ഥിക്കണമേ. തായേ മൃത്യുവിനേരത്തും. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായിരിക്കും നിന്റെ സുതനോടൊപ്പം പ്രാർത്ഥിക്കണമേ. തായേ മൃത്യുവിനേരത്തും. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായിരിക്കും നിന്റെ സുതനോടൊപ്പം പ്രാർത്ഥിക്കണമേ. തായേ മൃത്യുവിനേരത്തും. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായിരിക്കും നിന്റെ സുതനോടൊപ്പം പ്രാർത്ഥിക്കണമേ. തായേ മൃത്യുവിനേരത്തും. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായിരിക്കും നിന്റെ സുതനോടൊപ്പം പ്രാർത്ഥിക്കണമേ. തായേ മൃത്യുവിനേരത്തും. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായിരിക്കും നിന്റെ സുതനോടൊപ്പം പ്രാർത്ഥിക്കണമേ. തായേ മൃത്യുവിനേരത്തും. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. കരങ്ങൾ ഉയർത്തി. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായിരിക്കും നിന്റെ സുതനോടൊപ്പം പ്രാർത്ഥിക്കണമേ. തായേ മൃത്യുവിനേരത്തും. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായിരിക്കും നിന്റെ സുതനോടൊപ്പം പ്രാർത്ഥിക്കണമേ. തായേ മൃത്യുവിനേരത്തും. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായിരിക്കും നിന്റെ സുതനോടൊപ്പം പ്രാർത്ഥിക്കണമേ. തായേ മൃത്യുവിനേരത്തും. നിത്യപിതാവിനും
സുതനും റൂഹായിക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കൈകൾ കുരിശാരത്തിൽ വിരിച്ചു പിടിച്ച് പാപപരിഹാര ബലിയായ യേശുവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾ പൊറുക്കണമേ. അന്തിമനാളില് നിത്യസ്വർഗരാജ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൈകൾ ഉയർത്തി വീശി ആവേ 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 മരിയ. ആശംസകൾ അർപ്പിക്കാം. ആശംസകൾ കൈകൾ വീശി ആശംസകൾ ജന്മദിനത്തിൻ്റെ ആശംസകൾ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയരട്ടെ. ആശംസകൾ ആശംസകൾ ജന്മദിനത്തിൻ്റെ ആശംസകൾ. ഇരുകരങ്ങളും ഈ ആർത്താരിയിലെ ക്രൂശിത രൂപത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. എല്ലാവരും ഇരിക്കുക. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായി ദൈവപിതാവ് അവളെ അഭിഷേകം ചെയ്തു. കരങ്ങളെല്ലാവരും നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ഈ സമൂഹത്തില് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജന്മദിന സമ്മാനമായി ചോദിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. വിവാഹ തടസ്സങ്ങളുള്ള യുവതി യുവാക്കന്മാര്, നിങ്ങളുടെ വിവാഹ തടസ്സങ്ങള് അതെ നിങ്ങൾ ആചരിച്ച 8 നോമ്പിന്റെ യോഗ്യതയാല് ഈ പുണ്യദിനത്തില് അത് സാധ്യമായി തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കാൻ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ഈ പുണ്യഭൂമിയിൽ നീ ഇരിക്കുമ്പോൾ പോലും നിന്റെ മനസ്സ് ദുഃഖങ്ങൾ കൊണ്ടും വേദനകൾ കൊണ്ടും നിറഞ്ഞിരിക്കുക. ഒരുപക്ഷെ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോലും മനസ്സിലേക്ക് നിരാശ ചിന്തകൾ കടന്നു വന്നു. നീ ഒരുപക്ഷെ സ്വയം പറഞ്ഞിട്ടുണ്ടാകാം, ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല, ഈ കുടുംബത്തിൽ ജീവിച്ചിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കളയാമെന്ന്. ഒരുപക്ഷെ നീ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ദൈവമേ ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് തന്നത്? കഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഈ ജീവിതം എനിക്ക് തന്നത് എന്തിനു തന്നു എന്ന് നീ പറയാറില്ലേ? ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ട്, എന്നെ സഹായിക്കാൻ എനിക്കാരുമില്ല, എന്നെ മനസ്സിലാക്കാൻ പോലും എനിക്കാരുമില്ല, എന്നെ ഒരു കൈത്താങ്ങ് തരുവാൻ എനിക്കാരുമില്ല. ആരുമില്ലാത്തവിടത്താണ് പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ അമ്മ ഉണ്ടായിരിക്കുക. യേശുനാഥൻ കുരിശിൽ കടന്നുകൊണ്ട് രക്തം വാർന്നൊഴുകി പിടഞ്ഞു മരിക്കുമ്പോ അവൻ 4 പാട് നോക്കി തന്നെ ആശ്വസിപ്പിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന്. അതെ, എന്നാല് കുരിശിന്റെ ചുവട്ടില് വിട്ടുമാറാതെ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. അവന്റെ വേദനയുടെ നിമിഷങ്ങളില്, അവൻ മരണത്തിന്റെ മുഖാമുഖം കണ്ട നിമിഷങ്ങളില് എല്ലാവരും കൈവിടപ്പെട്ടപ്പോഴും പരിശുദ്ധ കന്യകാ മാതാവ് യേശുവിന്റെ കുരിശിനോട് ചേർന്ന് നിന്നു എങ്കിൽ നിന്റെ വേദനകളില് നിന്നോട് ചേർന്ന് നിൽക്കുന്നവളാണ്. അതേ മക്കളെ, എല്ലാവരും 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിറകണ്ണുകളോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധ്യമായി തീരും. അമ്മേ എന്നത് വിളിച്ച് പ്രാർത്ഥിക്കാമോ? സ്വരം ഉയർത്തി പ്രാർത്ഥിക്കാമോ? ഹൃദയം മുറുങ്ങി പ്രാർത്ഥിക്കാമോ? കണ്ണുകളൊഴുക്കി പ്രാർത്ഥിക്കാമോ? സഹിക്കുവാൻ വയ്യാതെ അത് എല്ലാ ഭാരവും ചുമന്ന് മുന്നോട്ട് പോകുവാൻ നിവൃത്തിയില്ലാത്ത മക്കള്
ഒറ്റപ്പെടലിന്റെ ദുഃഖം അനുഭവിക്കുന്നവര് ഈ സമൂഹത്തിലുണ്ട്. കരങ്ങൾ ഉയരട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. അമ്മയായ അത്ഭുതമാതാവേ, ഒറ്റപ്പെടലിന്റെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ, എനിക്കാരുമില്ല എന്താ ചിന്തിക്കുന്നവർ, എപ്പോഴും മരണത്തെ മുന്നിൽ കാണുന്നവർ, അമ്മയായ അത്ഭുതമാതാവേ, ഇവരുടെ മധ്യത്തിലേക്ക് നീ ഇറങ്ങി ചൊല്ലണമേ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ അത്ഭുതമാതാവേ, പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം അനുഭവിക്കുവാനും ആ സ്നേഹത്തിൽ ജീവിക്കുവാനും ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് എല്ലാവരും ഉയർത്തി, എല്ലാവരും കൈകൾ ഉയർത്തി കണ്ണടച്ച് പരിശുദ്ധാത്മാവ് ദൈവ സ്നേഹവുമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുവാൻ, അതേ പരിശുദ്ധാത്മാവായ ദൈവം സ്വർഗത്തിൽ പിതാവിനോട് കൂടെ ഇരുന്ന യേശു തിരുക്കുമാരനെ മറിയത്തിന്റെ ഉദരത്തില് ഉരുവാക്കിയെങ്കിൽ സ്വർഗത്തിലെ ദൈവം മറിയത്തിന്റെ ഉദരത്തിൽ ഇമാനുവേലായി തീരുവാൻ, ഈ ഭൂമിയിൽ ഇമാനുവേലായി തീരുവാൻ പരിശുദ്ധാത്മാവ് സാധ്യമാക്കുമെങ്കിൽ ആ പരിശുദ്ധാത്മാവ് സ്വർഗത്തിന്റെ കവാടം തുറന്ന് എന്നിലും നിങ്ങളിലും താമസിക്കട്ടെ. എല്ലാവരും കൈകൾ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവേ നീയേഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദൈവദാനങ്ങൾ ദൈവസ്നേഹം ദൈവക്കണേ. കരങ്ങളെല്ലാവരും ഉയർത്തിക്കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സ്വർഗത്തിലേക്ക് നീ ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ. സ്നേഹം നഷ്ടപ്പെട്ട അവസ്ഥയില് മനസ്സ് വറ്റി വരണ്ടുണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ആരെയും സ്നേഹിക്കാൻ കഴിയുന്നില്ല, ആരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. എപ്പോഴും കോപം, എപ്പോഴും പിടിവാശി, എപ്പോഴും ദേഷ്യം. അതേ നിന്റെ വികലമായ മനസ്സിന്റെ വൈകാരിക തലങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകുവാൻ ദൈവസ്നേഹം നമ്മിലേക്ക് വന്ന് ചൊരിയുവാൻ പരിശുദ്ധാത്മാവേ നീയേഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തയള്ളി ദൈവസ്നേഹം നിറയ്ക്കണേ. നമ്മുടെ കുടുംബത്തെ ഓർത്ത് കരങ്ങൾ ഉയർത്തി പിടിക്കാം. ഒരുപക്ഷെ നിന്റെ കുടുംബത്തില് ഐക്യവും സ്നേഹവും നഷ്ടപ്പെട്ട് എന്നും ഭിന്നതയും കലഹവും ഉണ്ടാകാം. സ്നേഹം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഒരുപക്ഷെ നീ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? 4 നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒരു നേരം ഒന്ന് സമാധാനത്തോടെ ഈ വീട്ടിൽ അന്തിയുറങ്ങാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ചിന്തിച്ച എത്ര അപ്പച്ചന്മാരുണ്ട്, എത്ര അമ്മച്ചമാരുണ്ട് ഈ സമൂഹത്തില്. കരങ്ങളെല്ലാവരും ഉയർത്തട്ടെ. നിങ്ങളുടെ വീടുകളെ ഓർത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ആ ഭവനത്തിൽ ഇറങ്ങി ചെല്ലുവാൻ. എന്റെ കുടുംബത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തയള്ളി ദൈവസ്നേഹം നിറയ്ക്കണേ. കരങ്ങൾ ഉയർത്തി വീശി Ave Maria, 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 Ave Maria. ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്നേഹപിതാവായ ദൈവത്തെ വിളിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അന്നേ
ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. കൈകൾ